പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇത്തരം നീക്കങ്ങൾ വീടുകളിൽ വന്ന് ഇത്തരം ഞാനൊന്ന് പറഞ്ഞേ, ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട സഭകൾ ആ പ്രവർത്തനം നടത്തുന്നില്ല. ഇപ്പോൾ അടിവരയിട്ട് പറയണം. കാരണം ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ഛത്തീസ്ഗഡിൽ പോയത് ആരായിരുന്നു? ഏത് സഭയുടെ ആളുകളായിരുന്നു? അത് കേരളം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകള് അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ തുടങ്ങി. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. അത് ഈ പ്രധാന സഭകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈ തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട്. അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറല്ല എന്നുള്ളിടത്ത് അത് ഇപ്പൊ സമയം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട്. അതിനു പകരം പെന്തക്കോസ്ത് സഭകൾ വ്യാപകമായി പരിശ്രമം നടത്തുമ്പോൾ കഴിഞ്ഞ ചില ഏറിയ നാളുകളായി നാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മതപരിവർത്തനം. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലായി ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടക്കുന്നതായ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പലവിധമായ വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രതിധ്വനി എന്ന വണ്ണം നമ്മുടെ കേരള സംസ്ഥാനത്തും ഈ വിഷയത്തെ ആസ്പദമാക്കി വലിയ ചർച്ചകളും ഒക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നാം അധിവസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ രാജ്യം അതൊരു മതേതര രാജ്യമാണെന്നുള്ളതാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും അല്ല, ഇനിയിപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികൾ ആയ ആളുകൾക്കും അവർക്ക് ധൈര്യസമേതം ജീവിക്കുവാൻ, അവരുടെ വിശ്വാസം എന്താണോ അത് പ്രചരിപ്പിക്കുവാനൊക്കെ ഉള്ളതായ അവകാശവും അവസരവും നൽകിത്തരുന്ന ഒരു ഭരണഘടനയുടെ കീഴിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അന്യോന്യം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വളരെ ആദരവോടുകൂടെ തന്നെ നാം മറ്റ് വിശ്വാസ സംഹിതകളെയും നോക്കിക്കാണുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വളരെയധികം ന്യൂനപക്ഷമായിരിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ വളരെയധികം പ്രക്ഷോഭങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അത്ര തന്നെ ഇല്ല എങ്കിൽ പോലും മറ്റുള്ളതായ സംസ്ഥാനങ്ങളിൽ വളരെയധികം ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇവിടെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഒരു ഭാഗം മതപരിവർത്തനം എന്നുള്ള വിഷയമാണ്. മറ്റുള്ള മതവിശ്വാസികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. എൻ്റെ മതവിശ്വാസം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ ഇടയായിത്തീരുന്നത് അത് മതപരിവർത്തനം ആണ് എങ്കിൽ നിശ്ചയമായും ഞാൻ പ്രതിനിധീകരിക്കുന്ന സകലമാന ക്രൈസ്തവ സഭകളും തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ വേദപുസ്തകത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ സുവിശേഷം പങ്കുവെക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് സ്ഥാനാരോഹിതനായി തീർന്ന ആദരണീയനാകുന്ന പോപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കാണുവാനിടയായി തീർന്നു. അദ്ദേഹം പറയുകയാണ്, ക്രൈസ്തവ സമൂഹങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ, ആതുര സേവനങ്ങൾ എന്ന് വേണ്ടുന്ന സകലമാന പ്രവർത്തനങ്ങളുടെയും പിമ്പിലുള്ള ഉദ്ദേശശുദ്ധി ഈശോ മിശിഹായെ പറ്റി പങ്കുവെക്കുന്നത് ആണ് എന്ന് അദ്ദേഹം പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഒരു ക്രൈസ്തവ സമൂഹങ്ങൾ പോലും നിർബന്ധിച്ച് മറ്റുള്ളവരുടെ പരപ്രേരണ മുഖാന്തിരം നിർബന്ധ ബുദ്ധിയാൽ ആരെയും ഈ ക്രൈസ്തവ മാർഗത്തിൽ മതത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ ഹൃദയംഗമായി വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പാകെ പരപ്രേരണ കൂടാതെ സാക്ഷിയായി തീരുന്ന വ്യക്തിക്ക് മാത്രമാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം ഉള്ളതായ ആരെയും ഒരു സമൂഹങ്ങൾ പോലും ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമം അത് സകല നാമങ്ങളെക്കാൾ മേലായ നാമം. യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ആരെയും ഇകഴ്ത്തി കാണിക്കേണ്ടുന്ന ആവശ്യകത ഒരിക്കലും ക്രൈസ്തവ സമൂഹങ്ങൾക്കില്ല.
വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വേദഭാഗത്തെ ആസ്പദമാക്കി അതിനെ തെളിയിച്ച് സംസാരിക്കുവാൻ മറ്റുള്ള ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടേതായ ആധ്യാത്മിക നായകന്മാരുടെ ജീവചരിത്രവും ആയി ബന്ധപ്പെടുത്തി അവരുമായി കൂട്ടിയിണക്കി ഒരിക്കലും ബൈബിളിലെ ഒരു സംഗതിയെയും വിവേക്ഷിക്കേണ്ടുന്ന ആവശ്യകത ഇല്ല. എന്നാൽ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ മറ്റൊരു ദൈവങ്ങളെയോ ദൈവസങ്കല്പങ്ങളെയോ ആധ്യാത്മിക നേതാക്കന്മാരെയോ യാതൊരു വേദഗ്രന്ഥങ്ങളെയോ പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ മത പുസ്തകങ്ങളെയോ ചരിത്ര രേഖകളെയോ ഇകഴ്ത്തി കാണിക്കേണ്ടുന്ന യാതൊരുവിധ ആവശ്യകതയും വിശുദ്ധ ബൈബിളിനോ യേശുക്രിസ്തുവിനോ ഇല്ല. മറിച്ച് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ നിത്യജീവനെ പറ്റിയുള്ള സുവിശേഷമാണ് ഞങ്ങൾ ലോകമെമ്പാടും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ബഹുമാന്യ ശശികല ടീച്ചറുടെ വാക്കുകളെ ആസ്പദമാക്കി നമുക്ക് മതപരിവർത്തനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കാം. ടീച്ചർ പറഞ്ഞതായ വസ്തുതയൊക്കെ വെച്ചുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ വളരെ ശരിയല്ലേ? ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചേക്കാം, എന്തിനാണ് ഹിന്ദുക്കളുടെയും അതുപോലെയുള്ള മറ്റ് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയൊക്കെ ഭവനങ്ങളിൽ കടന്നു ചെന്നിട്ട് യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന ലഘുലേഖകൾ, സുവിശേഷ ലേഖനങ്ങൾ എന്തിനാണ് മറ്റ് മതവിഭാഗത്തിൽ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതായ ചിന്ത നിങ്ങളെയും ഭരിക്കുന്നുണ്ടാകാം. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ആരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നില്ല. ഇവിടെ ആരും ആരുടെ ഭവനങ്ങളിൽ അതിക്രമിച്ചു കിടക്കുകയോ ബലാത്കാരേണ ആരെയും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയല്ല. വിശുദ്ധ ബൈബിളിനെ പറ്റിയും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയും അവയിൽ വിവക്ഷിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയും മറ്റുള്ളവരിലേക്ക് പറയുന്നത് ഹൈന്ദവ ഭവനങ്ങളിൽ കടന്നു ചെന്ന് ലഘുലേഖകൾ കൈമാറുന്നത് തെറ്റാകുന്നു എങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അവർ വിശുദ്ധ ബൈബിളിനെ പറ്റിയും ബൈബിളിലെ ഓരോരോ സംഭവ വികാസങ്ങളെയും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോരോ വ്യക്തി ജീവിതങ്ങളെയും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ മതവിഭാഗത്തിൽ മതവിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഹൈന്ദവരായ സഹോദരന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കും? ഹൈന്ദവ മതത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണല്ലോ ഈഴവർ. ആ ഈഴവരെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രം ശ്രീ കെ ദാമോദരൻ BA എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ മതബോധന ഗ്രന്ഥത്തിൽ വിശുദ്ധ ബൈബിളിലെ പലവിധമായ സംഭവ വികാസങ്ങളെ പറ്റി എഴുതി വച്ചിരിക്കുന്നു. അത് ഇപ്രകാരമാണ്. ഈ മതബോധന ഗ്രന്ഥം നാം ഒന്ന് പരിശോധിച്ചാൽ, സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഈ സീതാദേവിയെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ച ഈ ഹനുമാൻ, അദ്ദേഹം കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്ത് നിന്നും ലങ്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയും നമുക്ക് ആ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അതിന് ശേഷം തുടർന്ന് നാം വായിച്ചു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ അതിപ്രകാരമാണ്. ഹിന്ദുക്കളുടെ പുരാണ കഥകൾ നിൽക്കട്ടെ, ക്രിസ്ത്യാനികളുടെ വേദപ്രമാണമായ ബൈബിളിലും കേരളത്തിന്റെ പുരാതനത്വത്തെ സംബന്ധിച്ച് സൂചനകൾ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. അതിന് തെളിവായിട്ട് പറയുകയാണ്, മനുഷ്യജാതിയുടെ ആദി പിതാക്കളായ ആദാമും ഹൗവയും ഏദെൻ തോട്ടത്തിൽ സുഖമായി പാർക്കുമ്പോൾ ഒരു നാഗത്താനാൽ അവർ വഞ്ചിതരാകുക നിമിത്തം യഹോവ അവരെ അവിടെ നിന്നും നിഷ്കാസനം ചെയ്തു. അവർ തമ്മിൽ വിരഹിതരായ ശേഷം ആദാം തൻ്റെ വിപ്രവാസകാലം കഴിച്ചുകൂട്ടിയത് ചേരാൻ ദ്വീപിലായിരുന്നു എന്നും ചേരാൻ ദ്വീപ് ലങ്കയായിരുന്നു എന്നും അറബികൾ വിശ്വസിക്കുന്നുമുണ്ടത്രേ എന്ന് ഇവിടെ ഹൈന്ദവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഹൈന്ദവരുടെ ഈഴവരുടെ ചരിത്ര പുസ്തകത്തിന്റെ അകത്ത് ആദാമിനെ പറ്റി എഴുതി വച്ചിരിക്കുന്നു. തുടർന്ന് നാം വായിച്ചാൽ, കൂടാതെ ആദാം സിലോണിലേക്ക് കടന്നത് കടലിൽ ചിറകെട്ടിയായിരുന്നു. പിന്നെ സിലോണിൽ ഒരു ഗിരിശൃംഗത്തിൽ ഒരു മനുഷ്യ പാദം പതിഞ്ഞിരിക്കുന്നത് ആദാമിന്റെ ആണെന്നും
പാശ്ചാത്യർ പറയുന്നു എന്നും ഇവിടെ ഹൈന്ദവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഈ സിലോണിനെയും ശ്രീലങ്കയൊക്കെ തെളിയിക്കുവാൻ വേണ്ടിയിട്ട് എന്തിനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആദാമിനെയും ഹൗവായെയും ഉൽപ്പത്തി പുസ്തകം പ്രാരംഭ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്നത്? സിലോണിനെ ശ്രീലങ്കയൊക്കെ തെളിയിക്കാൻ സീതാദേവിയെയും രാവണനെയും രാമനെയും അതുപോലെ ഹനുമാന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ പോരെ? എന്തിനാ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ വേറൊരു ഭാഗം, കേരളം ശ്രീ പരശുരാമൻ സമുദ്രത്തിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഭൂമിയാണെന്നാണല്ലോ കേരള പുരാണം. ഭൂകമ്പത്താലോ മറ്റോ ഒരു കാലത്ത് കേരളം സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കാമെന്നും പിന്നീട് ഒരു കാലത്തെ അതേ കാരണത്താൽ തന്നെ അത് സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നിരിക്കാമെന്നും ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. സിംഹള ദ്വീപിനെ ഇന്ത്യയിൽ നിന്നും വേർതിരിച്ച ഭൂകമ്പം BC 2387 മറ്റൊന്ന് BC 504 വേറൊന്ന് BC 306 നടന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇവ തെളിയിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മേൽപ്പറഞ്ഞ 3 നൂറ്റാണ്ടുകളിൽ BC 2387 നോഹയുടെ ജലപ്രളയ കാലത്തോട് ഏകദേശം അടുക്കുന്നുണ്ട്. നോഹയുടെ ജലപ്രളയം BC 2348 കാലഘട്ടത്ത് നടന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ജലപ്രളയ വൃത്താന്തം മത്സ്യാവതാര കഥയിലെ സത്യവ്രതൻ എന്ന ആ അവതാരത്തെ പറ്റി പറഞ്ഞു വന്നതിന് ശേഷമായിട്ട് വാണിരുന്നത് കൊണ്ടും സിലോൺ മുതൽ മലയാചല പ്രദേശങ്ങളിൽ കൂടി ബാബിലോണിൽ വരെ പ്രചരിച്ചിരുന്ന ഈ പുരാണം കേരളീയതയ്ക്ക് പ്രത്യേകിച്ചും രസകരമായുള്ളതാകുന്നു എന്നതെല്ലാം ഇവിടെ ഹൈന്ദവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോ എന്തിനാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവങ്ങളെയൊക്കെ ഹൈന്ദവരായിരിക്കുന്ന ആളുകളുടെ മതഗ്രന്ഥങ്ങളിലും അവരുടെ ചരിത്ര പുസ്തകങ്ങളിലും എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായെന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ നോഹയുടെ ഈ സംഭവവുമായി അതിന്റെ കാലഘട്ടവുമായി ഈ ചരിത്രങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് നാം വായിച്ചു വരുമ്പോൾ ബൈബിളിലെ മറ്റൊരു കഥയ്ക്ക് ചേരാൻ ദ്വീപല്ല, ചേര രാജ്യം തന്നെ രംഗമായിട്ടുണ്ട്. നോഹയുടെ ജലപ്രളയ വൃത്താന്തം പ്രസിദ്ധമാണല്ലോ. മനുഷ്യ ജാതികളൊക്കെ പാപികളായി തീർന്നപ്പോൾ യഹോവ അവരെ ശിക്ഷിക്കാനും ഗുണവാനായിരിക്കുന്ന നോഹയെ രക്ഷിക്കുവാനും തീർച്ചയാക്കി. നോഹയോട് ദൈവം പ്രത്യക്ഷനായി ചെന്ന് ഈ വിവരം പറയുകയും ഒരു കപ്പലുണ്ടാക്കി സന്നിഹിതമായിരിക്കുന്ന ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊള്ളണമെന്നും നോഹയോട് ഉപദേശിക്കുകയും ചെയ്തു. ജലപ്രളയ അനന്തരം നോഹയ്ക്ക് 3 പുത്രന്മാർ ജനിച്ചവരിൽ ഹാമിന്റെ സന്തതി പരമ്പരയാണ് ഇന്ത്യയുടെ പശ്ചിമ തീരം വഴി തെക്കോട്ട് സിലോൺ വരെയും വ്യാപിച്ചു കിടക്കുന്നതെന്നത്രേ പാശ്ചാത്യർ ഊഹിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു ലഘുലേഖയുമായി യേശുക്രിസ്തുവിനെ പറ്റി എഴുതി വച്ചിരിക്കുന്ന ഒരു സുവിശേഷ ലേഖനവുമായി കടന്നു വരുമ്പോൾ അതിനെ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അന്യമതങ്ങളെ പറ്റി ഞങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ മതപരിവർത്തനമാണെന്നും നിർബന്ധിത മതപരിവർത്തനമാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും വാങ്ങിച്ചെടുത്തതായ ഇടത്ത് ദേവാലയങ്ങൾ പണിത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ അവയൊക്കെയും സർക്കാർ വക ഭൂമിയാണെന്നും സർക്കാർ വക ഭൂമിയിലാണ് ദേവാലയങ്ങൾ നിർമ്മിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ദേവാലയങ്ങളെ, പള്ളികളെ പൊളിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ കടന്നു പോകുന്ന നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായ സുവിശേഷ ലഘുലേഖകളെ അതൊക്കെ മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളെ പറ്റിയുള്ളതായ ക്രൈസ്തവ വിശ്വാസത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങളോട്
പറഞ്ഞ് ഞങ്ങളെ മനം മയക്കുന്നു എന്ന് പറഞ്ഞ് പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്ര പുസ്തകങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെയൊക്കെയും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദാമിനെ ഹവ്വായെ പറ്റിയും ഉൽപ്പത്തി പുസ്തകത്തിലെ പലവിധ സംഭവങ്ങളെ പറ്റിയും നോഹയുടെ ജലപ്രളയത്തെ പറ്റിയും ഹാമിനെ പറ്റിയും എന്ന് വേണ്ടുന്ന പല ഭാഗങ്ങളെ പറ്റി നിങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവരവരുടെ മതഗ്രന്ഥങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെ പറ്റിയും അതിൽ ഓരോരോ സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അതിനൊന്നും തെറ്റില്ല. ഇതിനേക്കാളെല്ലാം ഉപരിയായ നിലകളിൽ യേശുക്രിസ്തു 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ, ഭാരതത്തിൽ വന്നു എന്ന് ഇവിടുത്തെ സകലമാന ഹൈന്ദവ സമൂഹങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മൾ പറയുക, ഇല്ലില്ല, യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ടില്ല. അവൻ വളർന്ന നസറയത്തിൽ വന്നെന്നും അവൻ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നെന്നും എന്നൊക്കെയുള്ളതായ വേദഭാഗങ്ങളെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും നാം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞാൽ പോലും ഹൈന്ദവരായിരിക്കുന്ന സഹോദരന്മാർ അവര് വിശ്വസിക്കുന്നു യേശുദേവൻ ഭാരതത്തിൽ വന്നു എന്ന്. അപ്പോൾ ഇതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി ക്രൈസ്തവരായ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ വിളിച്ചു പറയാൻ മാത്രം അവകാശമില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ ഈ രക്ഷയുടെ സുവിശേഷ സന്ദേശം അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നത് ആരെയും നിർബന്ധിച്ച് മതം മാറ്റുവാൻ വേണ്ടിയിട്ടല്ല, ആരെയും നിർബന്ധിച്ച് മതം മാറ്റുവാൻ സാധിക്കുന്നതുമല്ല. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും അന്യമതസ്ഥരായിരിക്കുന്ന ആളുകളെയും പെന്തിക്കോസ് വിഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് വളരെ തെറ്റായ ഒരു ആശയമാണെന്ന് പറയുവാൻ ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് പെന്തിക്കോസ് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ സംഹിതകളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പ്രത്യേകിച്ച് പെരുന്നാളുകളോ ഉത്സവങ്ങളോ എന്ന് വേണ്ടുന്ന മറ്റ് ആചാരാനുഷ്ഠാനങ്ങളൊന്നും നമുക്കില്ല. എങ്കിൽ പോലും മറ്റ് പല വിഭാഗങ്ങളിൽ ആയിരുന്ന ആളുകൾ കാലാകാലങ്ങളിലായി യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്ന ഈ പെന്തിക്കോസ് വിഭാഗത്തിലേക്ക് കടന്നു വരുന്നു. അതിനുള്ള കാരണം വേറൊന്നുമല്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു താൻ ഇപ്രകാരം പറയുകയാണ്, ഞാനോ ഉയർത്താൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശുക്രിസ്തുവിനെ പറ്റി സത്യസുവിശേഷം പങ്കുവെക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പെന്തിക്കോസ് വിശ്വാസികൾ. ഞങ്ങൾക്ക് മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെ ഒന്നും തന്നെ ഇല്ല. വിശുദ്ധ വേദപുസ്തകത്തെയാണ് പ്രാധാന്യമേറിയതായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അത് അനേകരെ ആകർഷിക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളതായ മതങ്ങൾ, മതവിശ്വാസങ്ങൾ, അവർ വിവക്ഷിക്കുന്നതായ ദൈവങ്ങൾ, ആധ്യാത്മിക നേതാക്കന്മാർ, അവരൊക്കെയും ഒരു പ്രത്യേക ഒരു പ്രത്യേക ജാതി മതവിഭാഗത്തിന് വേണ്ടി മാത്രം വന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ഒരു വ്യക്തിയല്ല. യേശുക്രിസ്തു ജനിക്കുമ്പോൾ, ദൈവപുത്രനായ യേശുക്രിസ്തു ജനിക്കുമ്പോൾ ശിശുവിനെ കയ്യിലെടുക്കുന്ന ഒരു പുരോഹിതൻ ഷിമയോൻ, അദ്ദേഹം ഇപ്രകാരം പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ആ പുരോഹിതൻ പറയുന്നു. അതുമാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. യേശുക്രിസ്തു അവൻ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള നിത്യ രക്ഷയാണെന്ന് ബൈബിൾ പറയുന്നു. ഇവിടെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമോ വംശവ്യത്യാസമോ, പുരുഷനെന്നോ സ്ത്രീയെന്നോ, പണ്ഡിതനെന്നോ പാമരനെന്നോ, ഉന്നതനെന്നോ താണവനെന്നോ യാതൊരുവിധ ഭേദാഭേദവും കൂടാതെ വണ്ണം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയാണ് യേശുക്രിസ്തു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാം എൻ്റെ അടുക്ക വരുവിൻ. പ്രത്യേകമായ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എൻ്റെ അടുക്ക വരാനല്ല പറയുന്നത്. നിങ്ങൾ എല്ലാം എൻ്റെ അടുക്ക വരുവിൻ, എല്ലാവരും എൻ്റെ അടുക്ക വരുവിൻ,
ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് യേശു ക്രിസ്തു പറയുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ളതായ ജീവന്റെ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്നുള്ളതായ ആശംസയോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.